എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റിൽ, അതായത് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയാണ്, അതായത് വൈകുന്നേരം വരെയല്ല, ഇന്ന് ജൂൺ 17 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് കൂടി നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 17 വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കേണ്ടതുമാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ഈ ഒരു സർവകലാശാല ഫീസ് അടക്കാത്ത അപേക്ഷകരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന 2-3 അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതും എല്ലാ അക്കാദമിക വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച ഫീസിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കപ്പെടുന്നതിലേക്കായിട്ട് സർവകലാശാല ഫീസ് അടയ്ക്കണം. അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ പ്രവേശനത്തിനായിട്ട് കോളേജിൽ ഹാജരാവേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ആ ഒരു സമയം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുകയുള്ളൂ. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതല്ല. നിലവിൽ MG യൂണിവേഴ്സിറ്റി മാത്രമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നടത്തുന്നത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റികളും ഏകദേശം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കോളേജുകൾ പ്രവേശനത്തിനായിട്ട് ഹാജരാവാനായിട്ട് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ തൃപ്തരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ളവയാണ് ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജൂൺ 17, അതായത് ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന അപേക്ഷയുടെ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ അപ്രകാരം ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ അബാർ ID ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു അബാർ ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അബാർ ID ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ ഒരു, അതായത് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം അതിൽ നിങ്ങൾക്ക് അബാർ ID എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഈ ഒരു abc.gov.in എന്ന ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ഡിജി ലോക്കർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അബാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അബാർ ID കൂടി വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ ടൈമിലാണ് ഈ ഒരു കാര്യം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് അത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.